Meet the editors. തീരുമാനം ശരിയോ എന്നാണ് ചോദ്യം. തീർച്ചയായും അത് പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര വിഷയമാണ്. നമ്മൾ അഭിപ്രായം പറയുക മാത്രമേ നമുക്ക് ഇതിനകത്ത് സാധിക്കൂ. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതിൻ്റെ പൂർണ്ണ അധികാരവും പാർട്ടിക്ക് തന്നെയാണ്. രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിയമപരമായി കഴിയുകയുമില്ല. വയനാട് ഒഴിയുന്നു, റായ്ബറേലി നിലനിർത്തുന്നു. ആ തീരുമാനം രാഷ്ട്രീയമായി ശരിയോ? ഇതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനെടുത്ത തീരുമാനം ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയാണ്. അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള നേതാവാണ്. അപ്പം നിശ്ചയമായും പാർലമെൻറ്റിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇനിയിപ്പോൾ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ട് രാഹുൽ ഗാന്ധി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിൽ നിന്നാകുന്നതുകൊണ്ട് തെറ്റില്ല. എന്ന് മാത്രവുമല്ല, ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വളരെ ശക്തനായി നിലനിൽക്കേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യം കൂടിയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ വിജയിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിന് നേട്ടമായി മാറിയത്. ഇപ്പം രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം ബാലികേറ മലയാണ് എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ സീറ്റും തൂത്തുവാരി വിജയിച്ചത് BJP ആണ്. അവിടെ 8 സീറ്റ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേടി. അതുപോലെ തന്നെ ഹരിയാന 10 സീറ്റിലും BJP ഏകപക്ഷീയമായി വിജയിച്ച സംസ്ഥാനമാണ്. അവിടെ 5 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു. ഉത്തർപ്രദേശിലെ നിയമസഭയിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള സീറ്റ് എത്രയാണെന്നറിയോ? 2 സീറ്റേ ഉള്ളൂ നിയമസഭയിൽ. ഇപ്പോൾ 6 MP ഉത്തർപ്രദേശിൽ നിന്ന്. പഞ്ചാബിൽ ആകെയുള്ളത് 13 സീറ്റാണ്. 7 സീറ്റ് കോൺഗ്രസ് വിജയിച്ചു. ബീഹാറിൽ കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റേ കോൺഗ്രസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ ബ്ലോക്ക് നടത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും 3 സീറ്റ് അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. മഹാരാഷ്ട്ര ഏറ്റവും വലിയ വിജയം സമ്മാനിച്ചു കോൺഗ്രസിന്. 13 സീറ്റുകളാണ് അവിടെ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന്. അതായത് കോൺഗ്രസ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ പാർട്ടി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം കുറേ കാലത്തിന് ശേഷം കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോഴും കോൺഗ്രസിന് ഒരു മുന്നേറ്റവും നടത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ്, ഡൽഹി, ഗുജറാത്തിലാകെ 1 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾ, ഇവിടെയൊന്നും ഒരു മുന്നേറ്റവും BJPക്ക് കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം നിലനിർത്താൻ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം രാഷ്ട്രീയമായി ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ടല്ലോ. അപ്പോൾ അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ 2014 മുതൽ നമ്മൾ നോക്കിയാൽ നരേന്ദ്രമോദിയെ നന്നായി പ്രതിരോധിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള നേതാവ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്ക ഗാന്ധിയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും മംഗൾസൂത്ര പോലെയുള്ളൊരു കാര്യം എടുത്ത് അവതരിപ്പിച്ചപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിന് പ്രിയങ്ക ഗാന്ധി മറുപടി പറഞ്ഞത്. ശരിയാണ്, എൻ്റെ അമ്മയ്ക്കാണ് ആദ്യം മംഗൾസൂത്രം നഷ്ടപ്പെട്ടത്. അത് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പലപ്പോഴും ഈ രാഹുൽ ഗാന്ധിയേക്കാൾ മൂർച്ചയേറിയ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതിലും രാഷ്ട്രീയമായി ഇടപെടുന്നതിലുമൊക്കെ പ്രിയങ്ക കാണിക്കുന്നൊരു മെയ്വഴക്കമുണ്ട്. അത് നിശ്ചയമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഈ സാഹചര്യത്തിൽ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പോസിറ്റീവായി കാണുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നതിനെക്കുറിച്ച് ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത് എനിക്കൊരു ഇമോഷണൽ കണക്റ്റ് ആ മണ്ഡലവുമായിട്ടുണ്ട് എന്ന വിശദീകരണത്തിലൂടെയാണ് രാഹുൽ ഗാന്ധി അതിനെ ഇപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നോക്കൂ, ഇമോഷണൽ കണക്റ്റ് ഉണ്ടാകാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റായ്ബറേലിയിലെയും അമേഠിയിലെയും ഒക്കെ സ്ഥിതി നമുക്കറിയില്ല. ഇപ്രാവശ്യം അതെല്ലാം മാറി വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടിയും ഒരു അട്ടിമറിയൊക്കെ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ആൾക്ക് ഒരു പക്ഷേ പാർലമെൻറ്റിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അനിവാര്യനായൊരു നേതാവായിരിക്കെ ഈ പറയുന്ന വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ത്യ ബ്ലോക്ക് വളരെ കരുത്തുറ്റൊരു ബ്ലോക്കായിട്ട് പ്രതിപക്ഷത്തുണ്ടായിരിക്കുന്നു. ആ സമയത്ത് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അതിനൊരു ഇമോഷണൽ കണക്റ്റ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നതിനപ്പുറം നമുക്ക് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഇന്ത്യയിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. നോക്കൂ, നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ചതുരക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ ഇനി വിലയിരുത്താൻ പാടില്ല. കുറച്ചുകൂടി വിശാലമായിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കണം. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ല, പ്രിയങ്ക ഗാന്ധി അല്ല മറ്റൊരാൾ നിന്നാലും വയനാട് പോലൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമല്ല. അവിടെ കോൺഗ്രസിന് വിജയിച്ചു വരാവുന്നതാണ്. പ്രത്യേകിച്ച് ലീഗിന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലമായിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ CPM അവിടെ അല്ലെങ്കിൽ CPI മത്സരിച്ചാൽ ഒരു വലിയ ഒരു അട്ടിമറി വിജയമൊന്നും വയനാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. എൻ്റെ പ്രശ്നം അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ മത്സരത്തിൽ മാത്രമല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ഇനി നടക്കാൻ
അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട് MP ആണ്. പ്രിയങ്ക ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനർ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് കൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വലിയൊരു ക്യാമ്പയിനറാണ്. ആ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറൊരു രീതിയിലും മാറിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില പ്രത്യേക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ പോലും BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതാണ് ഈ 24 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ പോലെ ഒരു ചേരിയെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ മുതിർന്നുകൂടാ. കാരണം അത് കേരളത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ വിജയിക്കും. ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഇഫക്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നന്നായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളമാണ് അതിനെ ഏറ്റവും ബലവത്താക്കി നിർത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇടതുപക്ഷത്തിൽ അങ്ങനെ വലിയൊരു റോൾ ഇപ്പോഴില്ല. പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അത് തമിഴ്നാട്ടിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് രാജ്യത്ത് അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അതിപ്രതാപവാനായ പ്രധാനമന്ത്രി മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ആ സമരം എന്ന് പറയുന്നത് കർഷക സമരമാണ്. ആ കർഷക സമരത്തെ ആദ്യഘട്ടത്തിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ആ കർഷക സമരം പെട്ടിരുന്നോ? യഥാർത്ഥത്തിൽ ഒരേ ആളുകൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വന്ന് തമ്പടിച്ച് അവിടെ കിടന്ന് ഡൽഹിയിൽ കിടന്ന് സമരം വിളിക്കുകയായിരുന്നു, മുറവിളിക്കുകയായിരുന്നു. ആ സമരത്തെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രവർത്തകർ, അവരൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയ പങ്കുണ്ട്. അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ മാർച്ച് 12 നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് 10,000 കർഷകരുടെ മാർച്ച് നടന്നു. ആ മാർച്ച് സംഘടിപ്പിച്ച ആരാണെന്നറിയാമോ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ആ മാർച്ച് സംഘടിപ്പിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഫ്ലാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 12 നടത്തിയിട്ടുള്ള കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിരുന്നില്ല. വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ ഒരു സീറ്റ് BJP കിട്ടിയിട്ടില്ല. കാരണം അതറിയാം, അവിടുത്തെ ഉള്ളി കർഷകർ മുഴുവൻ വലിയ പ്രതിസന്ധിയിലായിപ്പോയി. അങ്ങനെ വലിയ കർഷക മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആശയ നിർമ്മാണം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്, എനിക്കറിയില്ല ആ വിഷയത്തിലേക്ക് പോകുമോ എന്നുള്ളത്. പക്ഷേ ഇന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ? NCERT പാഠപുസ്തകം അല്ലേ? ഈ NCERT പാഠപുസ്തകങ്ങളിലൂടെ എങ്ങനെയാണ് ചരിത്രത്തെ വക്രീകരിച്ച് ഒരു ഹിന്ദുത്വവൽക്കരണം, കാവ്യവൽക്കരണം ഈ രാജ്യത്ത് BJP സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നം ആദ്യം ഇന്ത്യയിൽ ഉന്നയിച്ചത് ആരാണ്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ? നോക്കൂ, പാർലമെൻറ്റിലെ 4 or 5 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രയും അംഗബലം മാത്രമുള്ള ഒരു പ്രസ്ഥാനത്തെ എന്ത് ചെയ്യാനാണ് ഈ രാജ്യത്ത് എന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രതിരോധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷ ചേരിക്ക് വലിയ റോളുണ്ട്, ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ റോളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ വന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശരി, 2024 തെരഞ്ഞെടുപ്പ് ശരി, 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ പോലൊരാൾ വന്ന് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നല്ല. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ ലക്ഷ്യം വെക്കാം, തർക്കമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ചതുരക്കൂട്ടിനകത്ത് നിന്നും മാത്രം രാഷ്ട്രീയത്തെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിനപ്പുറത്തേക്ക് വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. ആ വിശാലമായി ചിന്തിക്കാൻ കോൺഗ്രസിനാണ് കൂടുതൽ ബാധ്യതയുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ ചേരിയെയും ദുർബലപ്പെടുത്തുകയാണ് എങ്കിൽ കേരളത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അപകടകരമായ ചില സൂചനകളാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ അപകടകരമായ സൂചനകളെ മനസ്സിലാക്കാതെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു ചേരി ശക്തിപ്പെട്ടു വരികയും, ആ ചേരി എന്ന് പറയുന്നത് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചേരിയാണ്. ആ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കവും കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപകടമായിരിക്കുമ്പോൾ, അപകടകരമായിട്ടുള്ള ആ സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെയും കൊണ്ടുപോകാൻ പാടില്ല, ഈ രാജ്യത്തെയും കൊണ്ടുപോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ബ്ലോക്കിന് ആളുകൾ വോട്ട് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന് 99 സീറ്റ് കൊടുത്തത്. അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ നിലപാട്. പ്രിയങ്ക ഗാന്ധിയല്ല, ആരെ കൊണ്ട് നിർത്തിയാലും കോൺഗ്രസിന് വിജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് നിങ്ങൾ തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ സ്മൃതിയിലേക്ക് വരാം. ഒരിടവേളയ്ക്ക് ശേഷം മെയിൻ എഡിറ്റേഴ്സ് തുടരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഒഴിയാനും പ്രിയങ്ക ഗാന്ധിയെ രാഹുലിന് പകരം വയനാട്ടിൽ നിർത്താനുമുള്ള തീരുമാനം ശരിയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്മൃതി, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ 2 ആസ്പെക്റ്റ് ഉണ്ട്. പൂർണ്ണമായും ശരിയെന്നോ പൂർണ്ണമായി തെറ്റുമെന്നോ പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വലിയ ശരിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു. പ്രിയങ്ക ഗാന്ധി വരണം, പ്രിയങ്ക മത്സരിക്കണം എന്നുള്ള ആവശ്യം എന്ന് കേൾക്കാൻ തുടങ്ങിയതാണ്. രാഹുലിന് മുൻപ് തന്നെ പ്രിയങ്കയാണ് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്നും കുറേയൊക്കെ രാഹുൽ ഇവോൾവ് ചെയ്തു വന്ന നേതാവാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധി നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ നടത്തുകയും പെട്ടെന്ന് തന്നെ വിഷയങ്ങളിൽ
കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുകയും പെട്ടെന്ന് മറുപടി നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. മാത്രമല്ല ഈ ഇന്ദിരാഗാന്ധിയുടെ ഛായ, ഇന്ദിരാഗാന്ധിയുടെ ഒരു വശം ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ, അങ്ങനെ ഒരു തരത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരൊക്കെ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് വളരെ മുൻപ് തന്നെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അതിപ്പോൾ വയനാട്ടിലേക്ക് വരുന്നു എന്നിടത്താണ് ഈ വിഷയം നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. അമേഠിയിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്ന സമയത്താണ് രണ്ടിടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതും 2019 രണ്ടിടത്തുമായി നിന്നതും. അങ്ങനെ അമേഠിയിൽ പരാജയപ്പെടുകയും ചെയ്തു. ആ ആശങ്ക ശരിയാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 2024 വരുമ്പോൾ സാഹചര്യമാകെ മാറിയിരിക്കുന്നു. രാഹുലിന് വയനാട്ടിൽ 3,64,422 വോട്ടിൻ്റെ ഭൂരിപക്ഷം, റായ്ബറയിൽ 3,90,030 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ രീതിയിൽ രാഹുൽ ഒരു രാജ്യത്താകെ അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ രാഹുൽ നടന്ന് നേടിയിരിക്കുന്ന നേട്ടമാണത്. നടന്ന് ജനങ്ങളെ കണ്ടുണ്ടാക്കിയ നേട്ടമാണ്. ആ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത്, UP-യിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് കോൺഗ്രസിന് പോലും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അവിടുത്തെ പൾസ് അറിഞ്ഞിരുന്നില്ല. നമുക്കറിയാം ഏറ്റവും അവസാന ഘട്ടത്തിലല്ലേ ആ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചത്. എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ആകെ ആശങ്ക. പ്രിയങ്ക നിൽക്കുമോ എന്നറിയില്ല. അമേഠിയാണോ റായ്ബറേലിയാണോ? ആ ചർച്ച എത്ര നീണ്ട ശേഷമാണ് അതിലൊരു തീരുമാനം വന്നത്. അപ്പോൾ അന്ന് ആ പൾസ് അറിയാൻ പറ്റാതെ പോയി. പക്ഷേ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്ന ആ വിജയം സാഹചര്യങ്ങളാകെ മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും നില വല്ലാതെ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 100 സീറ്റ് എന്നതിലേക്ക് കോൺഗ്രസ് ഉയർന്നിരിക്കുന്നു. അതിൽ രാഹുലിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ഇത് പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ രാഹുലിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. റായ്ബറേലി ഇപ്പോൾ വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ല. വയനാടുമായിട്ടുള്ളത് എന്താണ്? ആ സമയത്ത് ചേർത്ത് നിർത്തിയ മണ്ഡലമാണ്. ആ തരത്തിൽ വൈകാരികമായി, അതാണ് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും വേദനിപ്പിക്കാത്തൊരു തീരുമാനം ഞാൻ എടുക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. ആ നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി ആകെ ഇപ്പോൾ അവരെടുത്ത നിലപാടുകൾ അത് വലിയ രീതിയിൽ വിജയിക്കുന്നതും വലിയ രീതിയിൽ പ്രതിപക്ഷമായി വരുന്നതുമായുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ അത് ശക്തിപ്പെടുത്തും, കോൺഗ്രസിന് ഉണർവ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രിയങ്ക ഇല്ലായിരുന്നെങ്കിൽ ആരാണ് വയനാട് എന്നുള്ള കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളും ഒക്കെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അവിടെയും നേരത്തെ മുരളീധരൻ്റെ പേരടക്കം കേട്ടിരുന്നു. അതല്ലാതെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം വേറൊരു ഭാഗത്തു നിന്ന് വരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആ പരാതിയും പ്രശ്നങ്ങളും ഒന്നുമില്ല. പ്രിയങ്ക വരികയാണ്, കോൺഗ്രസിനെ ആകെ ശക്തിപ്പെടുത്തുന്നു, ഉണർവുണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിന്ന ഇടതുപക്ഷം മറ്റെല്ലാ സ്ഥലത്തും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് CPM വിജയിച്ചിട്ടുള്ളത്. ഇവിടെ കനലൊരു തരി എന്ന് പറയുന്നതല്ല. ഇന്ത്യ ഒട്ടാകെ ഇടതുപക്ഷം 9 ഇടത്ത് ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഐക്യം ഇവിടെ എത്തുമ്പോൾ ഇനി പ്രിയങ്ക അവിടെ മത്സരിക്കുമ്പോൾ പ്രിയങ്കയ്ക്കെതിരെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥി നൽകി. ഇപ്പോൾ തന്നെ ബിനോയ് വിശ്വം നികേഷ് കുമാറിൻ്റെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു വഞ്ചനയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ്. അപ്പോൾ ഈ പ്രിയങ്ക നിൽക്കുമ്പോൾ എന്തായിരിക്കും അപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം എന്തായിരിക്കും? പ്രിയങ്കയ്ക്കെതിരെ എന്ത് തരം ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത്? ഇതൊക്കെ ഒരു ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് വരികയില്ലേ? അപ്പോൾ നേരത്തെ ഉണ്ണിവാർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ചെറിയ ചതുരത്തിൽ നിന്ന് കാണേണ്ടതാണോ ഇനി ഈ രാഷ്ട്രീയം എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക വരുന്നു എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് ഇടതുപക്ഷം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരു രാഷ്ട്രീയ കൗതുകമായി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ആ ഒരു രീതിയിൽ നിൽക്കുന്നെന്ന് പറയാം. പക്ഷേ അങ്ങനെ നിൽക്കാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടാനും അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാനും പറ്റില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് നിൽക്കാനുള്ള അതേപോലുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് എന്താണ് ഞാൻ പറയാൻ പോയത്, പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ എന്താണ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ട് ഉറച്ച ശബ്ദങ്ങൾ അവിടെ, അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷം ശക്തമായി നിൽക്കുമെന്നുള്ള ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ രണ്ടുപേരും അതിശക്തമായി, നേരത്തെ ഈ മംഗൾസൂത്ര വിഷയമൊക്കെ നേരത്തെ മോദി എടുത്തിട്ടപ്പോൾ അതിന് എത്ര ഗംഭീരമായിട്ടാണ് അത് മറുപടി നൽകുക, എത്ര വൈകാരികമായി അവനോട് ജീവിതമായി ചേർത്ത് വെച്ചിട്ടുള്ള വിഷയമാണ് പറയുന്നത്. അപ്പോൾ മറുപടിയില്ല, അതൊക്കെ ജനം ഏറ്റെടുത്ത കാര്യമാണ്. എത്രത്തോളം വലിയ കളവാണ് മോദി പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ പ്രതികരിക്കാൻ ശക്തിയുള്ള ഒരു നേതാവ് കൂടി പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ വയനാട് വേണ്ടിയിരുന്നോ എന്ന് ചോദ്യം വരുമ്പോൾ നിലവിൽ വയനാടേ ഉള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെയും വേറെ എവിടെയെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഇവിടെ കേരളത്തിൽ ഇനി വരാൻ നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാട് ആലത്തൂർ ചേലക്കര. അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ കാര്യങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും, പ്രിയങ്കയുടെ ഒരു സ്വാധീനം അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു. നേരത്തെ ഉണ്ണിവാർഷൻ ചൂണ്ടിക്കാണിച്ച അപകടകരമായ ചേരി പ്രിയങ്ക ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ശക്തിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല.
അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാനാണ് സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലൊരു പരാതിയും വിഷമവും ഉണ്ടാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതുപോലെ രാഹുലിനെ മറ്റേ പേര് ഞാൻ വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇനി CPM പോകില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് പറ്റിയതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ രൂപത്തിലായിരിക്കില്ല, ഇനി കുറച്ചുകൂടി പക്വമായ സമീപനത്തിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ശരിയാവുന്ന പലതും വിശാലമായ ജനാധിപത്യത്തിൻ്റെയോ രാഷ്ട്രീയ ധാർമ്മികതയുടെയോ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ശരിയായി കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്ന നിമിഷം മുതൽ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകുന്നതോടുകൂടി റായ്ബറേലി സീറ്റ് ഒഴിവ് വരുമെന്നും അമേഠിയിലല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിൽ റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് അപ്പോഴെല്ലാം ഉണ്ടായിരുന്നത്. എല്ലാ മുതിർന്ന നേതാക്കളോടും നമ്മൾ ചോദിച്ചു, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? വയനാടിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്നുള്ള ഒരു വിവരം അവർ പരസ്യപ്പെടുത്തിയതേയില്ല. തീരുമാനം നേരത്തെ എടുത്തിരുന്നു. കാര്യം കൃത്യമായ തീരുമാനമാണ് എടുത്തിരുന്നത്. ആ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടോ. കാരണം അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന BJPയുടെ ട്രാപ്പിലേക്ക് പോയി ചെല്ലാതിരിക്കുകയും അവിടെ KL ശർമ്മയെ നിർത്തുന്നതിലൂടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കണ്ടസ്റ്റിന് അമേഠി വേദിയാക്കുകയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അത് ശരിയായ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്നുള്ളത് വയനാട്ടിലെ വോട്ടർമാരെ അറിയിക്കേണ്ടത് ആയിരുന്നില്ലേ എന്നൊരു രാഷ്ട്രീയ ധാർമ്മികമായൊരു പ്രശ്നം ഇവിടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്ങനെയാണ്? രാഷ്ട്രീയമായ ധാർമ്മികതയുടെ പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വികസനത്തിൻ്റെ പേരിലുള്ളൊരു തിരഞ്ഞെടുപ്പായിരുന്നില്ല 2024 നമ്മൾ കണ്ടത്. ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ സൂപ്പർ ശക്തിയാക്കാനുള്ളൊരു തിരഞ്ഞെടുപ്പുമായിരുന്നില്ല. അടിസ്ഥാനമായി ഇന്ത്യയെ തന്നെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ ധാർമ്മിക പ്രമാണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സാമൂഹിക നീതിയുടേതാണെങ്കിലും ട്രാൻസ്പെറൻസിയുടേതാണെങ്കിലും അഴിമതി വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെതാണെങ്കിലും ഒപ്പം തന്നെ മതേതരത്വത്തിൻ്റെയും ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നറിയാനുള്ള അടിസ്ഥാനമായിട്ടുള്ളൊരു രാഷ്ട്രീയ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട് ഈ വിഷയത്തിൽ. അത് യഥാർത്ഥത്തിൽ പൗരന്മാരോട് തുറന്നു പറയണമായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇതേ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് തന്നെ ആന്ധ്രാപ്രദേശിലെ മേദക്കിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അന്ന് മേദക്കിൽ നിന്ന് മത്സരിച്ചിട്ട് റായ്ബറേലിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വമാണ് രാജിവെക്കുന്നത്. പകരം മേദക്ക് അന്ന് എടുക്കുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ് ഇന്നിപ്പോൾ തെലങ്കാനയുടെ ഭാഗമായ മേദക്ക് അന്ന് ഇന്ദിരാഗാന്ധി തുടരുന്നു, റായ്ബറേലി ഇന്ദിരാഗാന്ധി വിടുന്നു. പക്ഷേ അന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ടിടങ്ങളിലും ഞാൻ മത്സരിക്കും എന്നുള്ളത് ഇന്ദിരാഗാന്ധി എല്ലാവരും അറിയിക്കുന്നു. രാഹുൽ ഗാന്ധി ആദ്യം വയനാട് മത്സരിക്കാൻ വരുമ്പോഴും റായ്ബറേലിയിലും അമേഠിയിലും വയനാട്ടിലും ഞാൻ മത്സരിക്കാൻ വരുന്നു എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രഹസ്യമായി വെച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പലതവണ ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. പക്ഷേ അപ്പോഴൊന്നും നേതാക്കൾ കൃത്യമായ മറുപടി നൽകിയില്ല. തീരുമാനമായിട്ടില്ല എന്നിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. അത് ശരിയായിരുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, റായ്ബറേലി എന്ന മണ്ഡലത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം. നമ്മൾ സാധാരണ പറയുന്നത് അത് കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന ഒരു മണ്ഡലമാണ് എന്നാണ്. പൂർണ്ണമായും റായ്ബറേലിയുടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ റായ്ബറേലി ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. റായ്ബറേലിയുടെ ചരിത്രം 1952 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 72 വർഷങ്ങളിൽ 66 വർഷത്തെ കോൺഗ്രസിനെ മാത്രമേ ിട്ടുള്ളതെങ്കിലും 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ കോൺഗ്രസിന് റായ്ബറേലിയിൽ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്നാരായൺ മത്സരിക്കുന്ന സമയത്ത്, അന്ന് BLD ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുന്നത് 55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് വലിയ പരാജയമാണ്. 1900 ഓർമ്മിക്കണം, ഏത് ഇന്ദിരാഗാന്ധിയാണ് പരാജയപ്പെടുത്തുന്നത്? അതേ റായ്ബറേലി മണ്ഡലം 1971 അതായത് ഇന്ദിരാഗാന്ധി രണ്ടാമത് മത്സരിക്കാൻ വരുമ്പോൾ അത് സ്പ്ലിറ്റിന് ശേഷം പാർട്ടി വിഭജിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് 65% വോട്ട് കൊടുത്താണ് റായ്ബറേലി രണ്ടാമത് സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഇന്ദിരയായിട്ടാണ് മത്സരിക്കുന്നത്, ഓർഗനൈസേഷൻ ഇന്ദിരയായിട്ട് പിളരുന്ന ഘട്ടത്തിൽ. അന്ന് സ്വീകരിച്ച റായ്ബറേലി അടിയന്തരാവസ്ഥയുടെ കാലത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ മാറ്റി നിർത്തുകയാണ്. അവിടെ റായ്ബറേലിയിൽ രാജ്നാരായണനെ വിജയിപ്പിക്കുന്നു. അതാണ് ഒരു ഘട്ടം. രണ്ടാമത് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കൈയൊഴിയുന്ന മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. എപ്പോഴെന്നറിയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90കളിൽ ഈ സോണിയാഗാന്ധി മത്സരിക്കുന്നതിന് മുമ്പ് അരുൺ നെഹ്റുവിന് ശേഷം അരുൺ നെഹ്റു രണ്ടാമത് പരാജയപ്പെടുത്തുന്നത് അംബേദ്കറിൻ്റെ മകളെയാണ്, സവിത അംബേദ്കറിനെയാണ്. അതൊരു പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആയിരുന്നു. പക്ഷേ അവിടെ ഇന്ദിരാഗാന്ധിയുടെ വലിയ തരംഗം 1984 ആഞ്ഞടിക്കുമ്പോൾ അരുൺ നെഹ്റു
പരാജയപ്പെടുത്തുകയാണ് സവിനെ. പക്ഷേ അതിനുശേഷം നടന്നൊരു തിരഞ്ഞെടുപ്പിൽ ഷീല കൗൾ മത്സരിക്കുന്നുണ്ട്. ആരാണ് ഷീല കൗൾ? നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റുവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ഷീല കൗൾ. ഷീല കൗൾ മത്സരിക്കുമ്പോൾ മണ്ഡലം വിജയിപ്പിക്കും. പക്ഷെ തൊട്ടടുത്ത വർഷം ഷീല കൗൾ പിന്മാറി മകനെ നിർത്തി, വിക്രം കൗളിനെ നിർത്തി. ആ വർഷം റെയ്ബറേലി കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ആരെയും വിജയിപ്പിച്ചെന്നറിയാമോ? അശോക് സിംഗ്, BJP സ്ഥാനാർത്ഥിയെ 96-ൽ. 98 അതുകൊണ്ട് പാഠം പഠിച്ചില്ല കോൺഗ്രസ്. അന്ന് നിർത്തിയത് വിക്രം കൗളിനെയാണെങ്കിൽ, ഷീല കൗളിൻ്റെ മകനെയാണെങ്കിൽ തൊട്ടടുത്ത വർഷം ഷീല കൗളിൻ്റെ മകളെ നിർത്തി, ദീപ കൗൾ. അപ്പോഴും റായ്ബറേലി പരാജയപ്പെടുത്തി. 2 വർഷം, അതായത് തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തെ നോക്കാത്ത, ഈ മണ്ഡലത്തോട് രാഷ്ട്രീയമായ അനീതി കാണിച്ച, രാഷ്ട്രീയ ശരിയും തെറ്റും തിരിച്ചറിയാൻ ബോധമുള്ളവരാണ് റായ്ബറേലി മണ്ഡലത്തിൽ എന്നുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലി മത്സരിച്ചതിന് ശേഷം, അതും വയനാടിനേക്കാൾ ഭൂരിപക്ഷം കൊടുത്ത് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്കു ശേഷം രാഹുൽ ഗാന്ധിക്ക് ഒരു പൊളിറ്റിക്കൽ പിന്തുണ കൊടുത്തതിന് ശേഷം റായ്ബറേലി ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 27-ൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ചെറുതല്ലല്ലോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ, 3% വോട്ട് വർധനവേ കോൺഗ്രസ് വരുത്തിയിട്ടുള്ളൂ. പക്ഷേ അത് ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് 29 സീറ്റുകളാണ് BJPക്ക് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 62-ൽ നിന്ന് 33-ലേക്ക് പോകുമ്പോൾ 29 സീറ്റുകളുടെ നഷ്ടമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ 3%-ൻ്റെയും ഒപ്പം സമാജ്വാദി പാർട്ടിയുടെയും വോട്ടിലുണ്ടാക്കിയിരുന്ന വർധനവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തർപ്രദേശാണ് 2027-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടാക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അത് എത്ര കണ്ട് ശരിയാകും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ UPയിൽ കിട്ടിയിരിക്കുന്ന ഒരു അപ്പർ ഹാൻഡ് നിലനിർത്താൻ തീർച്ചയായും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ളത് രാഷ്ട്രീയമായി ശരിയായ തീരുമാനമാണ്. അപ്പോൾ റായ്ബറേലി മണ്ഡലം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് എൻ്റെ സിംഗിൾ ടേക്ക് എന്ന് പറയുന്നത്, അത് രാഷ്ട്രീയമായ ശരിയായിരിക്കുമ്പോൾ തന്നെ വയനാട്ടിലെ വോട്ടർമാരോട് ഈ കാര്യങ്ങൾ അറിയിക്കേണ്ടിയിരുന്ന ബാധ്യത രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടായിരുന്നു. വോട്ടർമാരെ ഇരുട്ടിൽ നിർത്തി അവർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു. അതിനുശേഷം റായ്ബറേലി എനിക്ക് വൈകാരികമായ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ക്രിട്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ശരിയാണ്, ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഒറ്റയ്ക്ക് ഏകദേശം 19 മണ്ഡലങ്ങളോളം, എനിക്കൊന്ന് 21 മണ്ഡലങ്ങളോളം വിജയിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിന് മുൻപിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസറായി മാറിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ 6 സീറ്റും എടുത്തിട്ടുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ശേഷം. ഭാരത് ജോഡോ യാത്ര ആദ്യഘട്ടത്തിൽ വരുമ്പോൾ ഉള്ള 71 മണ്ഡലങ്ങളിൽ 8 സീറ്റുകളാണ് ഇത്തവണ കൂട്ടിയിരിക്കുന്നത്. രണ്ടാം ഘട്ടമാകുമ്പോൾ 13 സീറ്റുകളാണ് കൂട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോയ മണ്ഡലങ്ങളിൽ 21 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ഭാരത് ജോഡോ ന്യായയാത്രയുടെ രാഷ്ട്രീയം കൊണ്ട് വിജയിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അടിസ്ഥാന പ്രശ്നമുള്ളത്, രാഹുൽ ഗാന്ധി വൈകാരികമായ കണക്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ആ മണ്ഡലത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ഈ ഒരു MP എന്ന നിലയിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഇതേ കാര്യം അമേഠിയെക്കുറിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിൽ പോയി രാഹുൽ ഗാന്ധി പറഞ്ഞത്, എനിക്ക് ഈ മണ്ഡലവുമായി ഒരു വൈകാരികമായ കണക്റ്റുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ വരും എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല. 2 തവണ മാത്രമാണ് അമേഠിയിൽ പിന്നെ പോയിരിക്കുന്നത്. ഒന്ന് 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, മറ്റൊന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പോകും, ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ. ആ ഘട്ടങ്ങളിൽ ഒഴിച്ചാൽ അമേഠിയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ മൊത്തമുണ്ടാകുന്ന രാഷ്ട്രീയ കാറ്റിൻ്റെ ഭാഗമായി KL ശർമ്മ അവിടെ വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി അതുകൊണ്ട് എനിക്ക് വൈകാരികമായ കണക്റ്റ് ഉണ്ട്, എൻ്റെ സഹോദരി മത്സരിക്കുമെന്ന് പറയുന്നതും രാഷ്ട്രീയമായൊരു ശരിയായി ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു മണ്ഡലത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 5% വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറവുണ്ട്. 64% 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ കിട്ടിയിരിക്കുന്നതാവട്ടെ 59%. എന്ന് പറഞ്ഞാൽ 5% വോട്ടർമാർ രാഹുൽ ഗാന്ധി വോട്ടിന്റെ കുറവാണ്. അപ്പോൾ 64,000 ഭൂരിപക്ഷത്തിന് കുറവുണ്ട്. അത് നമ്മൾ ശതമാനത്തിനെ കൺവേർട്ട് ചെയ്ത് 5% കുറവാണ്. സുരേന്ദ്രൻ അവിടെ ഇരട്ടിയാക്കി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട 7.5% 13%. അതൊരു ചെറിയ കണക്കല്ല. അപ്പോൾ 5% കുറവ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരിടയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി അല്ല മത്സരിപ്പിക്കേണ്ടിയിരുന്നത് എന്ന തീരുമാനമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കാതിരുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടാഞ്ഞിട്ടാണോ? പരിവാർ എന്നുള്ള വിഷയം വീണ്ടും മോദി ക്യാമ്പയിൻ ഉയർത്തുമെന്നുള്ളത് കൊണ്ട് ഭയന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു. പക്ഷേ പരിവാർ അപ്പുറത്ത്
വിശ്വാസമുണ്ട്, അപ്പുറത്തെ പരിവാറുണ്ട്. മോദിക്ക് തന്നെ അത് ഫേസ്ബുക്കിൽ നിന്ന് മാറ്റേണ്ടി വരുന്നു, എക്സ്പോസിൽ നിന്ന് മാറ്റേണ്ടി വരുന്നു. പക്ഷേ അത് വീണ്ടും പാർലമെന്റിൽ ഇവർ രണ്ടുപേരും കൂടി എത്തുമ്പോൾ പഴയ പരിവാർ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു. കൂടെയുള്ളവർ മുഴുവൻ പരിവാറുകാരാണ്. കൂടെയുള്ളവർ പരിവാർ. പക്ഷെ ഇവിടെയും പരിവാർ വരും. പക്ഷെ അവിടെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രിയങ്ക ഗാന്ധി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിർത്താമായിരുന്നു. ഒരു പരിധിവരെ ഇന്ത്യ മുന്നണി ഒരു ഐക്യം പ്രകടിപ്പിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും CPI സ്ഥാനാർത്ഥിയെ നിർത്തും. അവിടെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വയനാട് മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നത് ആനി രാജയായിരുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആനി രാജ വിജയിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു ശരിയായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ആലോചിച്ച് തന്നെയായിരുന്നു. കാര്യം കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ്. പക്ഷേ അപ്പോഴും നോക്കൂ എം വി നികേഷ് കുമാർ, 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഷാനവാസിന് രണ്ടാമത് മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം 1.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ 20,000 വോട്ടിന് താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ടേക്ക് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുന്നു എന്നുള്ളത് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനം ശരിയാണ്. പക്ഷേ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലി മത്സരിക്കുമെന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യമുണ്ടെന്നും ഒക്കെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഐഡിയലായ സിറ്റുവേഷൻ ആണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ തിരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം വി നികേഷ് കുമാർ, ഈ പ്രിയങ്കയുടെ ഇലക്ട്രൽ ഡെബ്യൂ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുകയാണ്. റോബർട്ട് വദ്രയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധിയെ സഹായിക്കും. അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് വാരണസിയിലും വയനാട്ടിലും ആയിരിക്കും എന്നുള്ളതാണ്. ഇതേ നില തുടരുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വാരണസിയിൽ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇന്ന് നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ നിന്ന് 7ാം ഘട്ടത്തിലേക്കുള്ള യാത്രയിൽ ചടുലമായ സാന്നിധ്യമായി നിന്നത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു. നോക്കൂ, നമ്മൾ ഉത്തർപ്രദേശിൽ 10 സീറ്റ് ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയാൽ തന്നെ വലിയ നേട്ടം എന്ന് കരുതിയിരുന്ന ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങളെല്ലാം തന്നെയും ആളുകളെ ഇളക്കി മറിക്കുന്നതായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ സരളമായിട്ടുള്ള ഹിന്ദി ഭാഷയിൽ, ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ ആകാരത്തിൽ പ്രിയങ്ക ഗാന്ധി ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആളുകൾ തിരിച്ച് വർത്തമാനം പറയില്ലേ എന്നതുപോലെ ഒരു റിയാക്ഷൻ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതാണ് ഇന്ത്യ ബ്ലോക്കിന് 43 സീറ്റുകൾ സമ്മാനിച്ചു. ഞാൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയല്ല, ആ ഇക്വേഷൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ചടുലമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ, കോൺഗ്രസ് സമാജ്വാദി പാർട്ടി വോട്ടർമാരുടെ കോമ്പിനേഷൻ, രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള ദോ ലഡ്കാസ് എന്ന് പറയുന്ന ഒരു ടാഗ്, ഇതൊക്കെ തന്നെയും വലിയ തോതിൽ ഇന്ത്യ ബ്ലോക്കിന് മുന്നേറ്റം ഉണ്ടാക്കി. BJPയെ സംബന്ധിച്ചിടത്തോളം 272 നിന്ന് 240 എത്തിക്കാനുള്ള ഏക കാരണമോ അല്ലെങ്കിൽ പ്രധാന കാരണമോ ഉത്തർപ്രദേശിലെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണമാണ്, ഉത്തർപ്രദേശിലെ SP കോൺഗ്രസ് സഖ്യമാണ് എന്നുള്ളതാണ്. നെഹ്റു ഗാന്ധി ഫാമിലിയിൽ നമ്മൾ ഇന്ദിരാഗാന്ധിയാണല്ലോ ഒരുപക്ഷെ ഈ തലമുറ ഏറ്റവും സജീവമായി കാണുന്നത്. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം അതൊന്നും പറയുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ അതൊക്കെ വളരെ പ്രധാനമായി നോക്കുന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രൂപം, അത് അവരെങ്ങനെയാണ്, അവരുടെ ശരീരഭാഷ എങ്ങനെയാണ് എന്നുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യത്തിൽ, ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗ പാടവത്തിൽ ഇന്ന് നെഹ്റു ഗാന്ധി ഫാമിലിയിൽ സംസാരിക്കാൻ കഴിയുന്നത് സോണിയാഗാന്ധിക്കല്ല, രാഹുൽ ഗാന്ധിക്കല്ല, പ്രിയങ്ക ഗാന്ധിക്കാണ് എന്നുള്ളതാണ്. ആ പ്രിയങ്ക ഗാന്ധിയാണ് തുറുപ്പുചീട്ടായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഛായ, പ്രസന്നത, അവരുടെ ഉയരം, അവരുടെ ഭാഷ, അവരുടെ ആർജവം, ഇതൊക്കെ ഇണങ്ങി നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാരണസിയിൽ 2029 നോക്കൂ, 2024 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ വേണം BJPയെ തറപറ്റിക്കാൻ. 2024 തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2029 വരെയുള്ള കാലഘട്ടത്തിൽ ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് വേണം നരേന്ദ്രമോദിയെ തറപറ്റിക്കാൻ. അപ്പോൾ നരേന്ദ്രമോദിയെ വാരണസിയിൽ എതിർക്കാൻ ശക്തിയുള്ള ഒരു നേതാവിനെ കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അതാണ് പ്രിയങ്ക എന്ന് ഞാൻ കരുതുകയാണ്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ ഇവിടെയല്ല BJPയുടെ തോൽവി. യഥാർത്ഥത്തിൽ 2024 ജൂൺ മാസത്തിലല്ല
നരേന്ദ്രമോദിയുടെ തോൽവി. വരാൻ പോകുന്നത് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഏറ്റവും വലിയ ആൻറ്റി ഇൻകംബൻസി നേരിടുന്ന 3 സംസ്ഥാനങ്ങളിലും ഒരേ സമയം തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു പാർലമെൻ്ററി പാർട്ടി യോഗം നടത്തി നേതാവായി തിരഞ്ഞെടുക്കപ്പെടാതെ നേരെ NDAയിലൂടെ പോയി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്ന ചോദ്യം വരാൻ പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പമാണ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, ചേലക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതത്തോടൊപ്പം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്ന ആളുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് തൊട്ടടുത്ത സീറ്റിൽ പ്രിയങ്ക ഗാന്ധി ഇരുന്നുകൊണ്ട്, കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ പാഠവും നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്താൻ പോകുന്നതല്ല, പക്ഷെ പ്രിയങ്ക ഗാന്ധിയുടേതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നരേന്ദ്രമോദി ചുളുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വളരെ ആർജവത്തോടുകൂടി ഏത് കാര്യവും പറയാൻ ശേഷിയുള്ള ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ആ ഘട്ടത്തിൽ UPയിൽ ഇവരുടെ പ്രസംഗങ്ങൾ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് അരുൺ നെഹ്റുവിനെയൊക്കെ തോൽപ്പിക്കുന്ന ഘട്ടത്തിൽ ഞാനൊന്നും ജേർണലിസത്തിലില്ല, പക്ഷേ എങ്കിൽ പോലും അരുൺ നെഹ്റുവിനെയൊക്കെ തറ പറ്റിച്ച രീതിയിലുള്ള പ്രസംഗം വളരെ ചെറുപ്പത്തിൽ തന്നെ, ഏതാണ്ട് യൗവന കാലഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുകയും തൻ്റെ അച്ഛനെ ചതിച്ച അരുൺ നെഹ്റുവിനെ 4ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഈ മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നീ പറയുന്ന 3 സംസ്ഥാനങ്ങൾ, അതിൽ മഹാരാഷ്ട്രയിലൊക്കെ തന്നെയും വിപ്ലവകരമായ മാറ്റത്തിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവിടെ 4ാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ പ്രധാനപ്പെട്ട കക്ഷിയാണ്, 1ാം കക്ഷിയാണ്. അവിടെ ശിവസേന UBT ആണ് നേതൃത്വം നൽകേണ്ടതെങ്കിലും ഷിൻഡെ വിഭാഗം വലിയ നിലയിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ഉദ്ധവ് ഠാക്കറെ വിഭാഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഷിൻഡെ വിഭാഗത്തിന് മാത്രം. അപ്പോൾ അവിടെയാണ് കോൺഗ്രസിൻ്റെ വളർച്ച പ്രധാനപ്പെട്ടതാകുന്നത്. അങ്ങനെ കോൺഗ്രസ് വലിയ ഒറ്റക്കക്ഷി ആവുകയാണെങ്കിൽ, മഹാരാഷ്ട്ര തിരികെ പിടിക്കുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുള്ള ശക്തം കരുപിടിപ്പിക്കുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ ഒറ്റക്കക്ഷി ആവുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയം മാറുമെന്നേ. ആ രാഷ്ട്രീയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, ഇവിടെ പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശരിയാണ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കേരള പാക്കേജ് കൂടിയാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ അധികാരം തിരികെ പിടിക്കുക, ഒരു 3ാമത് ഭരണത്തിലേക്ക് കേരളം പോകരുത് എന്നുള്ള കൃത്യമായ അജണ്ട കോൺഗ്രസിനുണ്ടെന്നേ. ആ അജണ്ട തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാലക്കാടും ചേലക്കരയും വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ, വയനാടിനൊപ്പം പ്രതിരോധം സൃഷ്ടിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം സഹായിക്കും എന്നുള്ളത്. ഇവിടെ നമ്മൾ ശരീരഭാഷ നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ ശരീരഭാഷ പ്രധാനമാണെങ്കിൽ, ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും നിന്ന് സംസാരിക്കുമുണ്ടല്ലോ, KC വേണുഗോപാലിൻ്റെ ബോഡി ലാംഗ്വേജാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. KC വേണുഗോപാൽ വന്നിറങ്ങുന്ന സമയം മുതൽ ചിരി നിർത്തുന്നില്ല. KC വേണുഗോപാൽ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് ഇതുവരെ നെഹ്റു ഗാന്ധി ഫാമിലി അസിസ്റ്റ് ചെയ്ത KC വേണുഗോപാലിനെ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി അസിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയില്ല. കേരളത്തിലെ ഇടതുപക്ഷം UDF എന്ന ദ്വന്ദ്വത്തെ ഞാൻ അംഗീകരിക്കുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ BJPയുടെ ഈ മുന്നേറ്റം ദോഷകരമായി ബാധിക്കുക യഥാർത്ഥത്തിൽ ഇന്നലത്തെയും ഇന്നത്തെയും രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ പോരാ. ദൈനംദിന അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്, അത് UDFനെ ആയിരിക്കും. UDFനെയാണ് എപ്പോഴും ചിതലരിക്കാൻ സാധ്യതയുള്ളത്. അതിനാണ് സംഘടനാ ബലം കുറവ്. ആ സംഘടനാ ബലം കുറഞ്ഞ UDFനെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ കോൺഗ്രസ് ശക്തിപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കോൺഗ്രസ് ചലനാത്മകമായാൽ മാത്രമേ കേരള രാഷ്ട്രീയം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകൂ. LDF UDF ദ്വന്ദ്വം, അതിന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് സഹായിക്കുക എന്നാണ് പറയുന്നത്. നേരത്തെ ഇവിടെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ ഈ മുഖ്യമന്ത്രി പഴയ പേര് ഓർമ്മിപ്പിക്കരുതെന്നല്ല പറഞ്ഞത്. കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് പഴയ പേര് ഓർമ്മിപ്പിക്കരുതെന്ന്. അത് ഇനി നാളെ രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞാലും പറയും.
പപ്പു എന്ന് വിളിപ്പിക്കരുത് എന്ന്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യ ബ്ലോക്ക് അത്തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ശക്തിയുക്തം നിലകൊള്ളുമ്പോൾ അതിൻ്റെ നേതാവ് ഇവിടെ വന്ന് തെറ്റായ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. ഓക്കെ, തീരുമാനം ശരിയോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.